കൊല്ലം പുനലൂർ പിറവന്തൂരിൽ റബ്ബർ തോട്ടത്തിനുള്ളിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ഒരു കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. മുഖം തീവെച്ച് കരിച്ചിരുന്നതായും സംശയിക്കുന്നു. ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ കൊല്ലം പുനലൂരിലെ പൂർണ്ണമായും കാട് പിടിച്ച് കിടക്കുന്ന ഒരു റബ്ബർ തോട്ടം, പകൽ സമയം പോലും ആളുകൾ ചെല്ലാൻ ഭയക്കുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിലൊരു അജ്ഞാത മൃതദേഹം മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് സ്ത്രീയുടേതാണ് മൃതദേഹമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്താണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ്? മാത്രമല്ല അറിയേണ്ടത്, ഈ സമീപ ദിവസങ്ങളിൽ ഈ പ്രദേശത്തു നിന്നും ആരെങ്കിലും കാണാതായിരുന്നു? അത്തരം പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു? ടോം, കൊല്ലം മൂവാറ്റുപുഴ ദേശീയപാതയ്ക്ക് സമീപം പുനലൂര് ആണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ മാറി എന്നുള്ളതാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആളൊഴിഞ്ഞ ഒരു പറമ്പാണ്, റബ്ബർ തോട്ടമാണ്, കാട് മൂടിക്കിടക്കുന്ന വലിയൊരു പ്രദേശമാണ്. ഇവിടെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതശരീരം കണ്ടത്. പക്ഷേ ഇതിൽ ഗൗരവമേറിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മൃതശരീരം ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ആഴ്ചകളുടെ പഴക്കമാണ് ഈ മൃതശരീരത്തിനുള്ളത്. ഇത് ആദ്യം പുറത്തു വന്ന ചില പ്രാഥമികമായിട്ടുള്ള നിഗമനം സ്ത്രീയുടേതാണ് എന്നുള്ളതാണ്. കാരണം കഴുത്തിൽ ഒരു മാലയും കണ്ടെത്തിയിരുന്നു. മുഖം തീവെച്ച് കരിച്ച നിലയിലാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം, പുഴുവരിച്ച നിലയിലായിരുന്നു മൃതശരീരം കണ്ടത്. ഇത് കാണുന്നത് ഒരു തമിഴ്നാട് സ്വദേശിനിയായ ഒരാൾ ഇവിടെ കാന്താരിമുളക് പറിക്കാനായിട്ട് ഈ പ്രദേശത്തേക്ക് എത്തുന്നു. കാരണം കാട്ടുകാന്താരി വ്യാപകമായിട്ട് അവിടെ വളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്നും കാട്ടുകാന്താരി പറിക്കാനായിട്ട് ഇയാൾ വരാറുണ്ട്. അങ്ങനെ ഇയാൾ എത്തിയപ്പോഴാണ് ദുർഗന്ധം അനുഭവപ്പെട്ടതും നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു മൃതശരീരം കാണാനിടയായതും. ഉടൻ തന്നെ ഇയാൾ സമീപവാസികളെയും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ടോം, പുനലൂരിൽ നിന്നും ആദ്യം പ്രാഥമികമായിട്ട് പോലീസ് സ്ഥലത്തെത്തുന്നു, പരിശോധനകളൊക്കെ നടന്നു. പക്ഷേ അപ്പോൾ സമീപത്ത് നിന്ന് ഈ മൃതശരീരം കിടക്കുന്ന അടുത്ത് തന്നെ ഒരു ബാഗും അതുപോലെ തന്നെ ഒരു കന്നാസ്, അങ്ങനെ ചില സാധനങ്ങൾ കൂടി കിട്ടി. ഇതെല്ലാം ഒരുപാട് ദുരൂഹതകളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഉന്നത പോലീസ് അധികാരികളെല്ലാം തന്നെ സ്ഥലത്തെത്തുകയും വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുവരെയും അത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കേസ് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാകും. പക്ഷേ ഈ അന്വേഷണത്തിലും നിർണായകമായി മാറുന്ന മറ്റൊരു വെല്ലുവിളിയായി മാറുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സമീപത്തൊന്നും തന്നെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ ദേശീയപാതയാണ്. ഇവിടെ ഒരു വലിയൊരു പാലമുണ്ട്. പാലത്തിന് സമീപത്തൂടെ ആണ് ഈ ഒരു വലിയൊരു പറമ്പിലേക്ക് എത്തുന്നത്. വലിയൊരു ജനവാസമില്ലാത്ത, ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു മേഖലയാണ് അവിടെ. അതുവഴി റോഡ് കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ്. മാധ്യമപ്രവർത്തകരടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. DYSPക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഇന്നും ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. റൂറൽ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകത്ത് ഈ സംഭവ സ്ഥലത്തെത്തി വിശദമായിട്ട് പരിശോധന നടത്തും. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃതശരീരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇത് ഈ സമീപ ദിവസങ്ങൾ ഇവിടെ നിന്നും ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നോ? പോലീസിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്താണ്? എന്തായാലും കൊലപാതകമാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം ഈ മൃതദേഹം ഈ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു. ഒരു കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ചായിരുന്നു റബ്ബർ മരത്തിൽ ഈ മൃതദേഹം ചുറ്റിക്കെട്ടിയിട്ടത്. മുഖം തീവെച്ച് കരിച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട്. അത്രയ്ക്കും ക്രൂരമായിട്ട് നടത്തിയൊരു കൊലപാതകം. അങ്ങനെയെങ്കിൽ ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് കൂടി സംശയിക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം,
മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് അരങ്ങേറിയതെന്ന് നമുക്ക് പറയാം. ഈ സമീപകാലത്തൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള കൊലപാതക രീതിയൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മുഖം തീവെച്ച് പൂർണ്ണമായും കരിച്ച അവസ്ഥ, പുഴുവരിച്ച രീതിയിൽ മൃതശരീരം കണ്ടെത്തുന്നു. ഇതിനെല്ലാം വലിയൊരു ദുരൂഹതയാണ് ഇതിന് പിന്നിൽ മണക്കുന്നത്. കാരണം ഈ സമീപ സമയത്ത് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യാതൊരു മിസ്സിംഗ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ റൂറൽ ജില്ലാ പരിധിയുമായിട്ടും അല്ലെങ്കിൽ ജില്ലാ പരിധിയുമായിട്ടും ഇത് വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. തുടർന്നാണ് ഈ അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കാരണം പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ടൗൺ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ച പഴക്കമുള്ള മൃതശരീരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന ചില പ്രാഥമികമായ സൂചനകൾ ഇതൊരു പുരുഷൻ്റെയാണ് എന്നുള്ള ചില സംശയങ്ങൾ പോലീസ് വെക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രാഥമികമായിട്ടുള്ളൊരു സംശയം സ്ത്രീയുടേതാണെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഇതൊരു പുരുഷൻ്റെ മൃതശരീരമാണ് എന്ന് ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ഇത് നമുക്കൊരു അന്തിമമായിട്ടുള്ള നിർണ്ണയത്തിലേക്ക് എത്താൻ കഴിയുക. ഇത് ആരുടെ മൃതശരീരമാകും, സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്നുള്ളതടക്കം. പക്ഷേ എന്തായാലും ഇത് നാട്ടിലെ സമീപത്തുള്ള അതായത് ഈ വ്യാപാരികളടക്കമുണ്ട്. ഈ റോഡ് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഈ വ്യാപാരികൾക്കെല്ലാം തന്നെ ഇത് വലിയൊരു വലിയ ഭീതിയിലാണ് അവർ. കാരണം ഇങ്ങനെ ഒരു മൃതശരീരം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അവരും ഒരു സംശയത്തിലാണ്. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണം. പക്ഷേ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം പതിവായി അവർ നടക്കുന്ന ഒരു പ്രദേശത്ത് ഈ രീതിയിൽ അജ്ഞാത മൃതദേഹം, അതും വളരെ വികൃതമായ രീതിയിൽ കണ്ടെത്തുന്നു. വിനീഷ്, ഇവിടെ പുരുഷൻ്റെ മൃതദേഹമാണെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ആസൂത്രിതമായ കൊലപാതകമായിരിക്കാം. ഇതെങ്ങനെ ഈ പ്രതിയിലേക്ക് എത്തുക? കൊലപ്പെടുത്തിയ കൊലയാളികളെ കണ്ടെത്തണം, കൊല്ലപ്പെട്ടയാളെ കണ്ടെത്തണം. ഇത് പോലീസിനെ സംബന്ധിച്ച് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഈ സമീപ സ്ഥലങ്ങളിൽ CCTVകളുണ്ടോ? മാത്രമല്ല ഒരാഴ്ച മുൻപാണ് ഈ കൊലപാതകം നടത്തിയെങ്കിൽ ആ സമയത്ത് അവിടുത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുമ്പ് ലഭിക്കാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം സമീപത്തെത്തി സമീപ പ്രദേശങ്ങളിലടക്കം പരിശോധന നടക്കുന്നു. ഈ ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധനകൾ നടത്തി വരുന്ന സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം നിർണായകമായിരിക്കും. സമീപത്തു നിന്ന് ലഭിച്ച ബാഗ്, അതുപോലെ തന്നെ ഒരു കന്നാസ്, ഇതിൽ നിന്നെല്ലാം നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലവുമായിട്ടാണ് ഈ ഒരു അന്വേഷണം ഇനി മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും റൂറൽ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തും. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. തുടർന്നുള്ള അന്വേഷണം ഏത് രീതിയിലാകും എന്ന് നമുക്ക് പോലീസിൽ നിന്ന് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അനുസരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുക എന്നതാണ് ഏറ്റവും നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.